ഗുഡ് മോർണിംഗ് പീപ്സ്. ഹായ് പീപ്സ്. നമ്മളെല്ലാം അങ്ങോട്ടാ പോകുന്നത്? സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബയ്യാന കടയിൽ തീർച്ചയായിട്ടും വരും. വരാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഗുഡ് മോർണിംഗ് പീപ്സ്. ഓക്കെ, ഇന്ന് കോൺവക്കേഷനാണ്. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക്. ബാസി, ഇതാണ് ഈ വീഡിയോ തമ്മിൽ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ അജിന്റെ ഓവൽ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് മക്കളെ, അത് ഇതാണ്. ബാസി കട്ട് ഇത് ഇടണ്ടേ പറഞ്ഞ എടുത്ത് നല്ല എസ്തെറ്റിക് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. നോക്കുക, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ആയിട്ട് പറയല്ല. നല്ല രസമുള്ള ഫ്രെയിമുകളാണ് എവിടെ വെച്ചാലും. ഇവിടുത്തെ ആകാശം നോക്കുന്നത് നല്ല രസം. ഞാൻ തമാശക്ക് പറയുന്നില്ല, നല്ല നിങ്ങളെല്ലാം നല്ല എന്തൊക്കെ ബാസി കട്ട്. ഈ യൂണിവേഴ്സിറ്റിക്ക് മല്ലു യൂണിവേഴ്സിറ്റി എന്ന് ചെറിയൊരു വിളിപ്പേരുണ്ട്. യെസ്, ഇപ്പോൾ നമ്മളുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിലെ മെസ് ഹാളാണ് ഈ പോയി കാണുന്നത്. യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമി ബിൽഡിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഈ റിക്ഷ അവൈലബിൾ. കുറച്ച് നടക്കാമെന്ന് വെച്ചാൽ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ. പിന്നെ കറങ്ങി വരാം, ഷോർട്ട് കട്ട് വരാം, മെയിൻ റോഡിൽ കൂടെ വരാം. പിന്നെ അത് ഈ റിക്ഷ അവൈലബിൾ ആണ്. ചില സമയത്ത് ബസ് ഉണ്ടാവാറുണ്ട്, ഒരുപാട് വെയിലുള്ള സമയത്താണെങ്കിൽ. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ സമയം ഒരു 5 മണി ആവാറായി. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. 5 മണിയായിട്ടും വെയിലുണ്ട്, പക്ഷെ അത്ര ചൂടില്ലാത്തൊരു വെയിലാണ് ഇവിടെ. ഈ മെസ് ഹാളിൽ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്റ്റലുള്ളത്. ഹോസ്റ്റൽ കാണിച്ചു തരാം. ഇതാണ് ഒരു ഹോസ്റ്റൽ, കർത്താർ സിംഗ് ബോയ്സ് ഹോസ്റ്റൽ. 2 ബോയ്സ് ഹോസ്റ്റലാണ് ഉള്ളത്. ഒന്ന് PGൻ്റെയും ഒന്ന് PhDൻ്റെയും. ഇത് PhDൻ്റെ ഹോസ്റ്റൽ. അതുപോലെ ബാക്കിൽ കാണുന്നതാണ് ഗേൾസ് ഹോസ്റ്റൽ. അതേപോലെ PGൻ്റെയും PhDൻ്റെയും. ഇപ്പോൾ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് സമയം 5 മണിയായി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ ലൈബ്രറി ഇരിക്കും, കുറച്ച് പേരൊക്കെ ഇവിടെ ഹോസ്റ്റലിലേക്ക് വരും. പിന്നെ ഇവിടെ ഹോസ്റ്റൽ വന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എല്ലാവർക്കും വർത്താനം പറയാനുള്ള സ്പേസ് ഉണ്ട്. ഇതപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗെയിം കളിക്കാം, ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിൽ പോവാം. എല്ലാവരും ഓരോരോ ആക്ടിവിറ്റിയിലും ലൈക്ക് എപ്പോഴും ഉണ്ടാവും, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടാവും കുട്ടികളൊക്കെ. ചില ആൾക്കാർ ഹോസ്റ്റലിൽ വന്നിട്ട് പഠിക്കും, ചില ആൾക്കാർ ഹോസ്റ്റലിൽ സിനിമ കാണും, എല്ലാം അറിയാലോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ള കമ്മ്യൂണിറ്റി മല്ലൂസ് തന്നെയാണ്. ഈ യൂണിവേഴ്സിറ്റിക്ക് മല്ലു യൂണിവേഴ്സിറ്റി എന്ന് ചെറിയൊരു വിളിപ്പേരുണ്ട്. ഞങ്ങളുള്ള സമയത്ത് തന്നെ ഞങ്ങളുടെ ബാച്ച് തന്നെ ഏകദേശം ഒരു 200ഓളം മല്ലൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓണം നടത്തും. ഓണം, നമ്മുടെ വിഷു, പിന്നെ നമ്മൾ ഈദ്, അങ്ങനെ ഈവൻ്റൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഞാനിപ്പം നേരത്തെ കാണിച്ച ഹോസ്റ്റലിൽ PG ഹോസ്റ്റലിൽ കർത്താർ സിംഗ് ഹോസ്റ്റലിൻ്റെ 8th ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഹോസ്റ്റലിൽ ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പുറം PG ഹോസ്റ്റലിൽ 7 ഫ്ലോർ എന്താണുള്ളത്. സോ ഞാൻ ഒരു ചെറിയ വ്യൂ കാണിച്ചു ഹോസ്റ്റലിൽ. ഇതാണ് ഹോസ്റ്റൽ. ഒരു റൂമിൽ ഏകദേശം 3 പേരായിരിക്കും ഉണ്ടാവുക. ഇതിപ്പം 8th ഫ്ലോർ ആയതുകൊണ്ട് 810. സോ അങ്ങനെ അവിടെ 809, 811, 812, അങ്ങനെ ഇതാ 812. അങ്ങനെ 8th ഫ്ലോർ ആണെങ്കിൽ 800 ആയിരിക്കും നമ്പർ ഉണ്ടാവുക. 7th ഫ്ലോർ ആകുമ്പോൾ 706. സോ യെസ്, ഏകദേശം 500 ഏക്കറുണ്ട്. മൊത്തം പണിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരാനുള്ളത്. ഇനി അക്കാഡമിക് വൈസ് നോക്കുവാണെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് തന്നെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ടോപ്പ് നിൽക്കുക. ഞാൻ പഠിച്ചുകൊണ്ട് പറയുന്നതല്ല, ശരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും, അല്ലെങ്കിൽ വിക്കിപീഡിയ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം 32ഓളം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതായത് 11 സ്കൂൾസാണ് ഉള്ളത്. അതായത് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ്, ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ്, അങ്ങനെ ഒരുപാട് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്കൂൾസ് ഉണ്ട് ഇവിടെ. ഈ സ്കൂളുകളിൽ തന്നെ 32 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ 41 കോഴ്സുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് PG മാത്രം, കൂടെ അതിൻ്റെ PhDസും ഉണ്ട്. പിന്നെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ NIRF റാങ്ക് എടുക്കുകയാണെങ്കിൽ ടോപ്പ് 100ൽ വരുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വലുപ്പം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനുള്ളിൽ മൊത്തം പോകണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോകാം. ഇവിടെ ഈ റിക്ഷാസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഈ റിക്ഷാസ് അവൈലബിൾ ആണ്. ബാസി അവിടെ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ റിക്ഷാസ് അവൈലബിൾ ആണ്. മാത്രമല്ല പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ സൈക്കിളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ക്യാമ്പസിനുള്ളിൽ പോകാൻ കേട്ടോ, സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ കുട്ടികൾക്ക് തന്നെ സൈക്കിൾസും ബൈക്സും എല്ലാം ഉണ്ട്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് PGൻ്റെ ഹോസ്റ്റൽ, ഷെയ്ദ് ഭഗത് സിംഗ് ഹോസ്റ്റൽ. ഇതിൻ്റെ മുമ്പിൽ നമുക്കൊരു ബാഡ്മിൻ്റൺ കോർട്ട് കാണാൻ പറ്റും. വൈകുന്നേരങ്ങളൊക്കെ എപ്പോഴും ആ കുട്ടികളൊന്ന് കളിക്കുന്നതാണ്. ഇത് 7 ഫ്ലോറാണുള്ളത് ഇവിടെ. ഇതിന് മുമ്പ് തന്നെ നമുക്കൊരു ലോണ്ട്രി കാണാം. ഇപ്പം നിങ്ങൾക്ക് ഡ്രസ്സ് അലക്കാനൊക്കെ സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ മടിയാണെങ്കിലും ഇവിടെ ഏൽപ്പിച്ചാൽ മതി. സണ്ണി ലോണ്ട്രി. ഇവർ കൃത്യമായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തിരിച്ചുകൊണ്ട് ഹോസ്റ്റലിൽ പഠിക്കുന്ന മിക്ക കുട്ടികളും ലോണ്ട്രിക്ക് കൊടുക്കാറുണ്ട്. അല്ലാതെ തന്നെ അലക്കുന്നവരുണ്ട്. ഒരുപാട്
ഡിപ്പാർട്ട്മെൻറ്റ്സും കോഴ്സും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അക്കാഡമിക് അഫിലിയേഷൻസും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിനുണ്ട്. CUPP, ഓക്കെ, ഞാൻ എളുപ്പത്തിൽ CUPP എന്ന് പറയാം. CUPP കൊണ്ട് അപ്പോൾ ഞാൻ വായിക്കാത്തത് ഒരുപാടുള്ളതുണ്ട്. അതായത് UGCൻ്റെ ഉണ്ട്, ACU, AICTE, PCI, BCI, ICMR, ICSSR, CSIR തുടങ്ങിയ എനിക്ക് തോന്നുന്നു വേറൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഇത്ര അക്കാഡമിക് അഫിലിയേഷൻസ് ഉണ്ടാവില്ല. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതലും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത്. PG ആണെങ്കിലും PhD ആണെങ്കിലും. പിന്നെ മാത്രമല്ല ഇപ്പോൾ UG കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണിയൊക്കെ കൂടെ നടക്കുന്നുണ്ട്. ഇതാണ് താഴത്തെ മെസ്സ്. ഇപ്പോൾ ഡിന്നറിനുള്ള പരിപാടിയാണ്. എല്ലാവരും പ്ലേറ്റെല്ലാം കഴുകി തുറച്ചെടുത്തിരിക്കുന്നു. മെസ്സും ഫുൾ AC ആണ്. ലൈബ്രറി, മെസ്സും ക്ലാസ് റൂം എല്ലാം AC ആണ്. ഇതാണ് ഇവിടുത്തെ മെസ് ടൈമിങ്. വെനസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ, ഡിന്നർ, 4 നേരം ഫുഡുണ്ട്. ഇത് നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു നേരം വന്ന് കഴിക്കണമെങ്കിലുള്ള മെസ്സിലെ ചാർജാണ്. കൂപ്പൺ എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റ് 30 രൂപ, ഫുൾ ഡേ മീലാണെങ്കിൽ 120. ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫും ഇവിടുന്ന് കൂപ്പൺ എടുത്ത് കഴിക്കണം. ഇത് എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് യൂണിവേഴ്സിറ്റിയിലെ. 2nd ഫ്ലോറിലെ ടെറസ്. നമുക്കിങ്ങനെ നല്ല അടിപൊളി സൺസെറ്റിൻ്റെ വ്യൂ ഉണ്ട് ഇവിടെ. അത് വേണ്ട, അത് പറയണ്ട, കട്ട്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ നമ്മളൊരു പെപ്പേനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്സര മുഴുവൻ പേരുന്ന ബസ്സിൽ. ഇതാണ് റിയൽ ടേക്ക്. ഇത് കട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരു പെപ്പേനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അക്ഷര മുഴുവൻ പേരുന്ന? എന്റെ പേര് അക്ഷര. ഫുൾ നെയിം എനിക്ക് ആകെ ഇംഗ്ലീഷിൽ മാത്രമേ അത്രേ ഉള്ളൂ. അക്ഷര C എന്നാണ് എന്റെ ഫുൾ നെയിം. ഓക്കെ, നമുക്ക് അക്ഷരയുടെ കുറച്ച് എക്സ്പീരിയൻസ് ചോദിച്ചോക്കെ അല്ലേ? ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് ഇമോഷനാണ് ഉള്ളത്. നമുക്ക് അക്കാഡമിക്കലി ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലാത്ത ബുദ്ധിമുട്ടുകൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അക്കാഡമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് പെർഫോം ചെയ്യാനായിട്ട്, അതായത് നാട്ടിൽ പഠിക്കുന്നതിനേക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് ഇവിടെ പറ്റിയിട്ടുണ്ട്. ഞാൻ പെപ്പിലെ 2021 കഴിഞ്ഞ വർഷത്തെ അത് ഇപ്പൊ ഈ കരുതാൻ തൊട്ട് പിന്നല്ലേ? വേറെ പെപ്പിയൻസ് ഉണ്ടോ ക്ലാസ്സിലെ? എന്റെ ക്ലാസ്സിൽ 6 പേരുണ്ട്. ഇവിടെ സൈക്കോളജിയിലുണ്ടല്ലോ കുറച്ച് പേര്. ഇവിടെ നിങ്ങൾക്ക് അക്കാഡമിക്സിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഇംഗ്ലീഷിന് എനിക്ക് ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് പറയാൻ അറിയില്ല. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആവും. അല്ല, നിങ്ങൾ കുറച്ചും കൂടെ എക്സ്ട്രാ കരിക്കുലർ അങ്ങനെയൊക്കെ പോണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ലൊരു ചോയ്സ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അക്കാഡമിക്കലി നമുക്ക് ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും പല ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഓരോ ഫീൽഡിനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അറിവ് കിട്ടും. യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് അപാരം, അടിപൊളിയാണ്. എന്താ ഇവിടെ ഏറ്റവും ഇഷ്ടം? അതായത് അക്കാഡമിക് ആണോ? ഇഷ്ടം എന്ന് പറഞ്ഞാല് അക്കാഡമിക്സ് ആയാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയാണ്. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സാണ് ഫസ്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം. ടീച്ചേഴ്സ് ഭയങ്കര, നമുക്ക് ഇപ്പോൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഇപ്പോൾ പോണ്ടിയിലായാലും പല യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കുറച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കുറച്ച് പ്രയാസമാണ്. ബട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ്. ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പൈസ കൊടുത്ത് പറയിപ്പിച്ചതല്ല. ഞാനിപ്പോ പഠിക്കണേൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് എനിക്ക് കിട്ടിക്കുന്നത്. HOD ആയാലും ഇപ്പൊ ഒരു ഹൈ ബൈ ബന്ധാണ്. ഇപ്പൊ നൈസ് ആണ് ഇവിടുത്തെ. വേറെ മലയാളീസിലെ ക്ലാസ്സിൽ എത്ര മലയാളീസ് ഉണ്ട്? മലയാളീസ് 21 പേരുണ്ട്. പെപ്പ് സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? പെപ്പിയൻസ് കുറെ ഉണ്ട്. ബട്ട് ആക്ച്വലി എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾ സീനിയേഴ്സ് ഉണ്ടായില്ലേ പെപ്പിൽ പഠിച്ച ആൾക്കാരല്ലേ? സീനിയേഴ്സ് ഉണ്ട്. ഇവിടെ വന്നിട്ട് പഞ്ചാബ് വന്നിട്ട് ഈസി ആക്സസ് ആയിട്ട് തോന്നുന്നുണ്ടോ ട്രിപ്പ് പോകാനൊക്കെ? എവിടെയൊക്കെ പോയി? ഇപ്പൊ ഞാൻ കാശ്മീർ പോയി, പിന്നെ ഷിംല, പിന്നെ കസോള് പോയി, പിന്നെ മണാലി പോയി, പിന്നെ ഇവിടെ തന്നെ പഞ്ചാബില് കുറെ പോയി, അമൃത്സർ, അങ്ങനെ തീരാൻ പോലെ എന്ത് തോന്നുന്നു? ഭയങ്കര സങ്കടം. ഇവിടെ പോകണ്ടെന്നാണ്. ഭയങ്കര സങ്കടമുണ്ട്. ഇനി കുറച്ച് മാസങ്ങളുള്ളൂ എന്ന് വിചാരിച്ച് ഭയങ്കര ഒരു വൈബ് എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്കൊരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു. പക്ഷെ ഇപ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടി ഈ യൂണിവേഴ്സിറ്റീസിന്റെ തമ്മിലുള്ള ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഇത് കൂടുതലായതുകൊണ്ട് അവർക്ക് കുറച്ച് കണക്ഷൻ കുറവായിരിക്കും. ബട്ട് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. പേഴ്സണാലിറ്റിയിൽ മാറ്റം തോന്നുന്നു. അതായത് ഇപ്പൊ നമ്മൾ നാട്ടിൽ ഭയങ്കര മാറ്റങ്ങളുണ്ട്. അതെന്താ വെച്ചാല് ഞാന് ഇവിടെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോ
ഞാൻ കുക്കൊന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പൊ എല്ലാം അറിയാം, എല്ലാം ഞങ്ങൾ വയ്ക്കും, എല്ലാ പരീക്ഷണങ്ങളും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മള് ലൈഫ് പഠിക്കും കുറച്ചുകൂടി നന്നായിട്ട്. ഒന്നും ചെയ്യാത്ത ഞാൻ ഇപ്പൊ കുറെയൊക്കെ ചെയ്തു തുടങ്ങി, കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങി. സോ ഞാനിപ്പോൾ ഉള്ള ബട്ടിണ്ടയിലാണ്. ബട്ടിണ്ട വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന് അടുത്തുള്ള ടൗണാണ്. അവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നതും എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ടൗണിൽ ഹോസ്പിറ്റൽ എയിംസ്, ബട്ടിൻ്റെ എയിംസ് ഉണ്ട് ഇവിടെ. അതൊരു വല്ലാത്ത പ്ലസ് പോയിന്റ് ആണ്. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഡോക്ടർ കാണിക്കാനൊക്കെ എന്തെങ്കിലും രാവിലെ ബട്ടിൻ്റെ എയിംസിലേക്ക് വരും. പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടി വീക്കെൻഡ്സിന് ഷോപ്പിങ്ങിനും സിനിമ കാണാനൊക്കെ എല്ലാവരും ഇവിടെ തന്നെ വരാം. അതിൽ വൺ ഓഫ് ദ മേജർ സ്പോട്ടാണ് ഡിമാർട്ട് പറഞ്ഞു. ഓർത്തൊക്കെ ഡിമാർട്ട് നമുക്ക് അവിടെ നിന്ന് 25 മിനിറ്റേ ഉള്ളൂ ബസ് കയറിയാൽ ഡയറക്റ്റ് ഇവിടുത്തെ കുറച്ച് നടന്ന ഡിമാർട്ടിലെത്തും. ഡിമാർട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. ഡിമാർട്ട് കുറച്ച് വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയൊക്കെ സാധനങ്ങൾക്ക് നല്ല വിലക്കുറവാണ്. ശരിക്കും ഇവിടെ വന്ന് സാധനം മേടിച്ചിട്ട് നാട്ടിൽ പോയി മേടിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊരു പൈസയാണ് നമുക്ക് തോന്നും. ഈ ഷർട്ടിനൊക്കെ പ്രൈസ് നോക്ക്. 200 രൂപയ്ക്കൊക്കെ നല്ല ഷർട്ടുകൾ കിട്ടും. 399 രൂപ. ഹായ് പീപ്സ്, വെൽക്കം ബാക്ക് ടു വെബ് സീരീസ് പവർഡ് ബൈ നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഞാനിപ്പോൾ ഉള്ളത് അമൃത്സറിലാണ്. അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ വന്നിട്ട് എങ്ങനെ അമൃത്സർ നിങ്ങളെ കാണിക്കാറുണ്ട്, അല്ല ഗോൾഡൻ ടെമ്പിൾ എങ്ങനെ കാണിക്കാറ് പോകും. സോ നമ്മൾ ബട്ടിൻ്റെ നിന്ന് 5 മണിക്കൂർ ബസ് ഉണ്ട്. 230 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അമൃത്സറിൽ നിന്ന് ഇറങ്ങും. അമൃത്സറിൽ നമ്മളിപ്പോൾ ഒരു റിക്ഷയിൽ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിൾ ഇത്തിരി കുറച്ച് വിശേഷങ്ങളെ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. സോ ഗോൾഡൻ ടെമ്പിൾ എത്തി ഒരു ഷോളൊക്കെ ഒരു കളി കിട്ടി. നമുക്ക് ടോക്കൺ നമ്പർ കിട്ടുന്നുണ്ട്. ബാഗ് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ കാണിച്ചാൽ മതി. ഇനി ഉള്ളിൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ. അപ്പം ഏകദേശം അങ്ങോട്ട് സ്ഥലം കാണിച്ചു തരാം. ഗോൾഡൻ ടെമ്പിളിലെ ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 1589 ഇതിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നത്. ഇവിടെ ഒരു മാൻമെയ്ഡ് പൂളുണ്ട്. അതുണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ 4th ഗുരു രാംദാസ് ആണ്. പിന്നെ ഇത് 1604 അതായത് 1604 ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗുരുഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇവർ അഞ്ചാമത്തെ ഗുരു അർജുനാണ് സ്ഥാപിച്ചേക്കുന്നത്. ഇതൊക്കെ വിക്കിപീഡിയ കിടപ്പുണ്ടെങ്കിലും ഞാൻ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു. കുറച്ച് ചരിത്രം എന്നിലൂടെയൊക്കെ പോലെ തോന്നും, ഇത്ര എത്തൂലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ വിചാരിക്കും. ഗോൾഡൻ ടെമ്പിളിൽ പേര് വരാൻ കാരണം മഹാരാജ റാണ രഞ്ജിത് സിംഗ് ആണ്. അദ്ദേഹമാണ് ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു ഗോൾഡൻ പ്ലേറ്റ് കൊടുത്തത്. അത് ഈ ടെമ്പിൾ ഉണ്ടാക്കിയ സമയത്തൊക്കെ ശേഷം ഒരുപാട് മുഗൾ അറ്റാക്സും അതുപോലെ തന്നെ അഫ്ഗാൻ അറ്റാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം കംപ്ലൈൻ്റ് ഒക്കെ ആയിരുന്നു. മൊത്തം അവിടെയൊക്കെ ഡിസ്ട്രോയ്ഡ് പാർട്ടായിരുന്നു. അതിനുശേഷം മഹാറാണ രഞ്ജിത് സിംഗ് ആണ് ഒരു ഗോൾഡൻ പ്ലേറ്റ് കൊടുത്തത്. അങ്ങനെയാണ് ഇതിന് ഗോൾഡൻ ടെമ്പിൾ പേര് വന്നത്. ഗോൾഡൻ ടെമ്പിളിലെ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാം. ഫുഡ് ലങ്കർ എന്ന് പറയും. ഇവിടെ ഫുഡ് ഉണ്ട്, 24 hour ഫുഡ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഒന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, ആരും ശല്യപ്പെടുത്തില്ല. ചില കാര്യങ്ങളൊക്കെ കുറച്ച് റെസ്ട്രിക്റ്റ് ആണ്. കുറച്ച് ഫോൺ അതിന് ശേഷം കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരുടെ നിയമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. പക്ഷെ അത് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് പേര് വന്ന് ഉറങ്ങുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട്. ജാലിയൻവാല ബാഗ് മെമ്മോറിയലിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡൻ ടെമ്പിളിൽ നടക്കാനുള്ള ദൂരമുള്ളൂ, കുറച്ചേ ഉള്ളൂ. നേരെ മുന്നേ പോയി നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സ്കൂളിലൊക്കെ ജാലിയൻ വാലാബാഗ് എന്ന് പഠിപ്പിച്ചേക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ജാലിയൻ, ആ സെക്രട്ടറി ഒന്ന് ജാലിയൻ അല്ല ജലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞു. അമൃത്സറിലെ കാഴ്ചകളൊക്കെ നമ്മൾ വകയാക്കി ഞാനിനി അടുത്ത ജയ്പൂരിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് അമൃത്സറിന്ന് ജയ്പൂർക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോർത്തിലേക്ക് വന്ന് പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ പഠിച്ചാൽ മാത്രം വരാം. നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കാണാം, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ പറ്റുക. നമുക്കില്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടെ ഒരു വരേണ്ടി വരും. ഇവിടെ പഞ്ചാബായിട്ട് അല്ലെങ്കിൽ ഡൽഹിയൊക്കെ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ എല്ലാം ക്ലോസ് ടു ക്ലോസ് ആണല്ലോ. സോ നെക്സ്റ്റ് സ്റ്റോപ്പ് ജയ്പൂർ. ഇതുവരേക്ക് ഞാനൊരു 253 സ്റ്റെപ്പ് കയറി. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ ഇവനെ എപ്പോഴും എണ്ണിയെന്നല്ലേ? 2 പ്രാവശ്യം കയറി. ഞാൻ വണ്ടിയുടെ താക്കോല് താഴെ വെച്ച് മറന്നുപോയി. അയ്യാ, മേലെ എത്തിയിട്ട് കാണാം. ബാസി രാജസ്ഥാനിൽ സഞ്ജു സാന്ദ്ര കണ്ടോ? ബാസി ഇത് ഫുള്ള് ചളി എപ്പിസോഡാണ്. നീ എന്തെങ്കിലും ചെയ്തു.